ഈ പ്രാവശ്യത്തെ പരീക്ഷ കുട്ടികളെല്ലാം ഭംഗിയായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വേണം, എല്ലാവരും നന്നായിട്ട് എഴുതണം. നമുക്ക് ബയോളജി നോക്കാം. ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ പഠിച്ചത് ടിഷ്യൂ ഫ്ലൂയിഡ്, ലിംഫ് ഇവിടം വരെയാണ് കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. എന്നാൽ ഡിസ്ക്രിപ്ഷനിൽ അത് കേൾക്കാത്തവർക്ക് നോക്കാം. അടുത്തത് നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തെക്കുറിച്ച് ശ്രദ്ധിക്കാം. The lymphatic system consists of lymph vessels, lymph nodes, spleens, bone marrow and thumbs, glands, red blood cells and large protein molecules are not seen in the lymphatic system, plays a major role in immunity. എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലിംഫ് വെസൽസ്, ലിംഫ് നോഡുകൾ, പ്ലീഹ, അസ്ഥി, മജ്ജ, തൈമസ് ഗ്രന്ഥി ഇവ അടങ്ങുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കളും പ്രോട്ടീൻ തന്മാത്രകളും ലിംഫിൽ കാണപ്പെടുന്നില്ല. പ്രതിരോധ ശേഷിയിൽ ലിംഫാറ്റിക് സിസ്റ്റം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. Now haven't you understood the importance of blood and lymph in the transport of substances? After entering the villus, the branch of artery again divides into capillaries and they join together to form small veins and then into vein. എന്ന് പറഞ്ഞാൽ വില്ലസിലേക്ക് പ്രവേശിച്ച ശേഷം ധമനികളുടെ ആൾട്ടറിയുടെ ശാഖ വീണ്ടും കാപ്പിലറികളായി വിഭജിക്കുകയും അവ ഒരുമിച്ച് സ്മാൾ വെയിൻസായി രൂപപ്പെടുകയും പിന്നീട് വെയിൻസിൽ അടുക്കുകയും ചെയ്യുന്നു. അടുത്ത് നോക്കാം. ആർട്ടറി, കാപ്പിലറി, വെയിന്. ആർട്ടറി എന്ന് പറയുന്നത് thick and elastic walls, blood flows with high pressure and high speed, carries blood from the heart. ഇതൊക്കെ പ്രത്യേകം ചോദിക്കുന്ന കാപ്പിലറി എന്താണ്, വെയിൻ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. അപ്പം ആർട്ടറിയുടെ നമുക്ക് നോക്കാം. കട്ടിയുള്ളതും ഇലാസ്റ്റിക് മതിലുകളും ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ ഭാഗമാണ്. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നതും ആർട്ടറിയിലാണ്. അടുത്തത് കാപ്പിലറി. കോശങ്ങളുടെ പാളിയിൽ നിന്നാണ് മതിൽ രൂപപ്പെടുന്നത്. Walls is formed of single layer of cells. Minute pores are seen in the wall. Blood flows with low pressure and low speed. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാം. കോശങ്ങളുടെ പാളിയിൽ നിന്നാണ് മതിൽ രൂപപ്പെടുന്നത്. ഭിത്തിയിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നു. കുറഞ്ഞ മർദ്ദത്തിലും ഉയർന്ന വേഗതയിലും രക്തം ഒഴുകുന്നു. അടുത്ത വെയിൻ. Thin wall, blood flows with low pressure and low speed. Walls are seen, carries blood to the heart. നേർത്ത മതിലാണ്. കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗതയിലും രക്തം ഒഴുകുന്നുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നു. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നു. ഇനിയും പോർട്ടൽ വെയിൻസ്. പോർട്ടൽ വെയിൻസ് എന്ന് പറഞ്ഞാൽ certain veins do not reach the heart. Instead, they carry blood from organ to organ. Such veins are called portal veins. The nutrients that are absorbed from the small intestine into the blood are carried to the liver by the hepatite portal vein. It is an example of portal veins. ചില വെയിൻസ് ഹൃദയത്തിലെത്തുന്നില്ല. പകരം അവ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത്തരം സിരകളെ പോർട്ടൽ സിരകൾ എന്ന് വിളിക്കുന്നു. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ ഹെപ്പറ്റൈറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നു. വഴി കരളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് പോർട്ടൽ വെയിനിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത് എക്സാമ്പിളിൽ ചോദിക്കാം. അടുത്തത് വെനക്കാവ. ബ്ലഡ് കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് ഫ്രം ദ ലിവർ റീച്ചസ് ദ ഹാർട്ട് ത്രൂ ദ ഹെപ്പറ്റിക് വെയിൻ. എന്ന് പറഞ്ഞാൽ കരളിൽ നിന്ന് പോഷകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് വെയിനിലൂടെ ഹാർട്ടിൽ എത്തുന്നു. അടുത്ത വില്ലസിൻ്റെ കാര്യം. ന്യൂട്രിയൻസ് ഫ്രം ദ ബ്ലഡ് കാപ്പിലറീസ് ഓഫ് ദ വില്ലൻസ് റീച്ച് ദ ലിവർ ത്രൂ ദ പോർട്ടൽ വെയിൻ. വില്ലസിൻ്റെ രക്തകാപ്പിലറികളിൽ നിന്നുള്ള പോഷകങ്ങൾ പോർട്ടൽ വെയിനിലൂടെ ലിവറിലെത്തുന്നു. അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഏതൊക്കെയാണ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി? അമിനോ ആസിഡ്, ബ്ലഡ് കാപ്പിലറി ഓഫ് വില്ലസ് അതുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പോർട്ടൽ വെയിൻ, ലാക്ടറൽ ഓഫ് വിലോസ്, അമിനോ ആസിഡ്സ്, ഗ്ലിസറിൻ അങ്ങനെയുള്ളതാണ്. അത് നമുക്ക് നോക്കാം.
A pump is needed to keep blood flowing continuously through the blood vessels to different parts of the body. Heart performs such function. Let us examine now for the structure of the heart help in this. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തക്കുഴലിലൂടെ രക്തം തുടർച്ചയായി ഒഴുകുന്നതിന് ഒരു പമ്പ് ആവശ്യമാണ്. ഹൃദയം ആ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഹൃദയത്തിൻ്റെ ആ ധർമ്മങ്ങൾ എന്താണെന്നുള്ള ഹൃദയത്തിൻ്റെ ഈ ഘടന ഇതിന് സഹായകമാണ്. അപ്പോൾ നമുക്ക് ഹാർട്ടിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. The heart is an organ made of muscles that is situated slightly tilted towards the left in the thoracic cavity. തൊറാസിക് അറയിൽ ഇടതുവശത്തേക്ക് ചെറുതായി ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശികളാൽ നിർമ്മിതമായ അവയവമാണ് ഹൃദയം, ഹാർട്ട് എന്ന് പറയുന്നത്. അത് അനലൈസ് ദ ഇലിസ്ട്രേഷൻ ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഹാർട്ട്. ഹൃദയം എന്ന് പറയുന്നത് അതിനെ വളരെയധികം കാര്യമായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. Pericardium is a double-layered membrane that covers the heart. ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ് അതിനുള്ളത്. സുപ്പീരിയർ വെന കോവ സെമിലർ വാൽവ് ദ്രാവകം പുറത്തേക്ക് ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട പാളികളുള്ള ഒരു മെംബ്രെയിനാണ് പെരിക്കാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്നത് പെരിക്കാർഡിയത്തിൽ ദ്രാവകം ഹൃദയത്തെ ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയമിടിപ്പ് ഉണ്ടാകുമ്പോൾ ചർമ്മങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. Pericardium is a double-layered membrane that covers the heart. Pericardial fluid, which is filled in between these membranes, protects the heart from external shocks and helps to reduce friction between the membranes when the heart beats. 39 പേജ്. നമുക്ക് സുപ്പീരിയർ വാംകോവ, സെമിലിയർ വാൽവ്, ട്രൈസ്പെഡ് വാൽവ്, സുപ്പീരിയർ വെനക്കോവ, സെമിലിയർ വാൽവ്, ട്രൈസ്കഡ് വാൽവ്, ഇൻഫീരിയർ വെനക്കോവ, അയോർട്ട, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, ബൈക്കസ്പിഡ് വാൽവ്. ഇതാണ് ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ. ഇൻഫീരിയർ വെനക്കോവ, ബിസ്കസ്പിഡ് വാൽവ്, ഇങ്ങനെയൊക്കെയാണ്. അത് ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട്, അത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. അത് നോക്കാം. ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്: റൈറ്റ് ആർട്രിയം, ബി ലെഫ്റ്റ് ആർട്രിയം, സി റൈറ്റ് വെൻട്രിക്കിൾ, ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ അത്രയാണ് വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ, വലത് ഏട്രിയം, ഇടത് ഏട്രിയം. ഇത്രയാണ് ചേമ്പേഴ്സ്. അപ്പോൾ അത് നോക്കാം. ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട് ആൻഡ് ദ ഹാർട്ട് ചേമ്പേഴ്സ് വേർ ദ റീച്ച്. ഹൃദയത്തിലേക്കും അവ എത്തിച്ചേരുന്ന ഹൃദയ അറകളിലേക്കും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ. അടുത്തത് ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ആൻഡ് ദ ഹാർട്ട് ചേമ്പേഴ്സ് ഫ്രം വേർ ദ ബിഗിൻ. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളും അവ ആരംഭിക്കുന്ന ഹൃദയ അറകളും. ഹാർട്ട് വാൽവ്സ് പൊസിഷൻ ഫങ്ഷൻ. ഹൃദയ വാൽവുകൾ, പിന്നെ അതിൻ്റെ സ്ഥാനം, അതിൻ്റെ പ്രവർത്തനം, പിന്നെ ഹൃദയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതുണ്ട്. ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ബ്ലഡ് ആഫ്റ്റർ ദ കിഡ്നീസ് ഹാവ് ഫിൽറ്റേഡ് ഔട്ട് ദ വാസ്റ്റ് ആൻഡ് റിച്ച് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ന്യൂട്രിയൻസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം കിഡ്നികൾ അഥവാ വൃക്കകൾ മാലിന്യങ്ങൾ ഫിൽറ്റർ ചെയ്ത ശേഷമുള്ള ഈ രക്തം കാർബൺ ഡയോക്സൈഡ്, പോഷകങ്ങൾ ഇവയാൽ സമ്പന്നമാണ്. അടുത്തത് ബ്ലഡ് ഫ്രം ദ ലങ്സ്. ബ്ലഡ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ. ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം, ഇതിൽ ഓക്സിജനും പോഷകങ്ങളുമുണ്ട്. കോൺട്രാക്ഷൻ ഓഫ് ആട്രിയ. ഏട്രിയയുടെ സങ്കോചം. ഏട്രിയൽ സിസ്റ്റോൾ. ദ ചേംബർ വെയർ ബ്ലഡ് എൻറ്റേഴ്സ് ഫ്രം ദ റൈറ്റ് ആട്രിയം. അതിൻ്റെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. വലത് ഏട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന ചേംബർ ഏതാണ്? റൈറ്റ് വെൻട്രിക്കിളാണ്. റൈറ്റ് വെൻട്രിക്കിൾ, അതാണ് അതിൻ്റെ ഉത്തരം. ദ ചേംബർ വെയർ ബ്ലഡ് എൻറ്റേഴ്സ് ഫ്രം ദ ലെഫ്റ്റ് ആട്രിയം. അത് ലെഫ്റ്റ് ഇടത് വെൻട്രിക്കിൾ. അടുത്ത കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കുലർ സിസ്റ്റോൾ. The blood vessel into which blood enters from the right ventricle
പൾമണറി ആർട്ടറി. അടുത്തത് ദ ബ്ലഡ് വെസൽ ഇൻ ടു വിച്ച് ബ്ലഡ് എൻറ്റേഴ്സ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഓർട്ര. അടുത്തത് വെൻ ദ വെൻട്രിക്കിൾസ് കോൺട്രാക്ട്, blood from the right ventricle is transported to the lungs through the pulmonary artery, and blood from the left ventricle is transported to all parts of the body through aorta. For what does blood enters lungs? അതായത് വെൻട്രിക്കിളുകൾ ചുരുങ്ങുമ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്നുള്ള രക്തം പൾമണറി ആർട്ടറിയിലൂടെ ശ്വാസകോശത്തിലേക്കും ഇടത് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് അയോർട്ടയിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അപ്പം ഇതിൻ്റെ ഈ ധർമ്മങ്ങൾ, ഇതിൻ്റെ രീതികൾ, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. അടുത്തത് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ്. അപ്പോൾ അതിനകത്ത് വെൻട്രിക്കുലർ സിസ്റ്റോളുണ്ട്, ജോയിൻറ്റ് ഡയസ്റ്റോളുണ്ട്, ആർട്ടിയൽ സിസ്റ്റോളുണ്ട്, കാർഡിയാക് സൈക്കിൾ. അപ്പോൾ കാർഡിയാക് സൈക്കിളിൻ്റെ ഒരു പ്രത്യേകതകൾ ചോദിക്കാം. വെൻട്രിക്കുലർ സിസ്റ്റോള്, ഏട്രിയൽ സിസ്റ്റോള്. ഹൃദയമിടിപ്പ് പൂർത്തിയാക്കാൻ 0.8 സെക്കൻഡാണ്. Have you noticed the illustration which are the places included in a cardiac cycle? Time required for completing this is 0.8 seconds. One cardiac cycle is known as one heartbeat. അത് അണ്ടർലൈൻ ചെയ്തോണം. ഒരു ഹൃദയമിടിപ്പിന് ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും വിശ്രമവുമാണ് ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുക. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത പ്രേരണകൾ വലത് ആട്രിയത്തിലുള്ള ഭിത്തിയിലുള്ള SA നോഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഹൃദയചക്രം എന്ന് പറയുന്നത് ഒരു ഹൃദയമിടിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. 0.8 സെക്കൻഡാണ് അതിന് വേണ്ടത്. ഹെയർ നോഡ് ഈസ് കൺട്രോൾഡ് ബൈ ദ rhythmic contraction and relaxation of the heart muscles, the external impulse necessary for the contraction. SA node in the wall of the right atrium, it is also known as pacemaker. Pacemaker എന്താണെന്ന് ചോദ്യം വരാം. അതായത് പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഈ ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത പ്രേരണകൾ വലത് ആട്രിയത്തിൽ ഭിത്തിയിലുള്ള SA നോഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെ പേസ് മേക്കർ എന്ന് പറയുന്നു. അടുത്ത ECG. എല്ലാവരും ECG എടുക്കാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് പറയുന്നത് കേൾക്കുക. അതെന്താണ് ECG എന്ന് പറഞ്ഞാൽ? അതൊരു ചോദ്യമായിട്ട് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ വേവ്സ് ഫെൽറ്റ് ഇൻ ദ വാൾസ് ഓഫ് ദ ഹാർട്ട് when the heart beats. The functional defects of heart can be identified by checking the ECG. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയമിടിപ്പ് സമയത്ത് ഹൃദയത്തിൻ്റെ ചുവരുകളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങളുടെ ഗ്രാഫിക്കൽ പ്രതിനിധാനമാണ് ECG. ഹൃദയത്തിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടർ എന്താ പറയുന്നത്? ECG എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. പൾസ് നോക്കുന്നതിനായിട്ടില്ലേ, കയ്യിൽ അങ്ങോട്ട് ഡോക്ടർ പിടിച്ചിട്ടാണ് പൾസ് നോക്കുന്നത്. ഹാവ് യു നോട്ടീസ് ദ ഡോക്ടേഴ്സ് ചെക്കിംഗ് ദ റൈസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് നോൺ ആസ് ദ ഫിഗർ. ഈ വലത്ത് കൈയുടെ ഇടത്ത് കൈയുടെ ഈ ഫോട്ടോ ഇത് പടമുണ്ട്, അവിടെ അമ്മയ്ക്ക് പിടിച്ചിട്ട് പൾസ് നോക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത ഹൃദയം ചുരുങ്ങുന്ന കോൺട്രാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, elasticity of articles. Ball. Let's students from check 1 of right. രക്തസമ്മർദ്ദം എന്നാണ് പറയുന്നത്. രക്തസമ്മർദ്ദം എന്താണ്? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ദ ഹാർട്ട് കോൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. ഹൃദയം ചുരുങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആർട്ടറീസ് സംഭവിക്കുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ about 70 milli of blood enters into the heart when it relaxes. വിശ്രമിക്കുമ്പോൾ നമുക്ക് ഏകദേശം 70 മില്ലി രക്തമാണ് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. സഫിക്മോ മാനോമീറ്റർ അതെന്തിനാണ്? ഡിജിറ്റൽ BP ഉപകരണം. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്ന
പ്രാക്ടീസ് ദ മെത്തേഡ് ഓഫ് ചെക്കിംഗ് ബ്ലഡ് പ്രഷർ. ഒന്ന് ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് നോക്കാനുള്ളതാണ്. യൂസിങ് എനി ഓഫ് ഡിഫീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്പെർട്ട്. വിദഗ്ധരുടെ സഹായത്തോടു കൂടി തന്നെ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. 44-ാം പേജ് നോക്കുക. ലങ്സ് ഉണ്ട്, ഡബിൾ സർക്കുലേഷൻ. അതെന്താണ് ചോദ്യം വരുന്നതാണ്. ഡബിൾ സർക്കുലേഷൻ എന്താണെന്നുള്ളത്. അതായത് how many times does the blood from one part of the body pass through the heart before returning to the same part? ഇപ്പം ലങ്സ് ഉണ്ട്, ശ്വാസകോശങ്ങൾ, പൾമണറി ആർട്ടറി, പൾമണറി സർക്കുലേഷൻ, പൾമണറി വെയിന്, ഓർട്ട, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വാന കേവ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇനി അടുത്തത് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ ബിഗിൻസ് ഫ്രം ദ ലെഫ്റ്റ് ventricle and ends in right atrium. Pulmonary circulation begins from the right ventricle and ends in left atrium. As the same blood passes through the heart twice, the blood circulation in human is known as double circulation. ഡബിൾ സർക്കുലേഷൻ എന്താണെന്നുള്ളത് നോക്കുക. സിസ്റ്റത്തിലെ രക്തചംക്രമണം ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് വലത് ആട്രിയത്തിൽ അവസാനിക്കുന്നു. ശ്വാസകോശ രക്തചംക്രമണം വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ഇടത് ആട്രിയത്തിൽ അവസാനിക്കുന്നു. ഒരേ രക്തം തന്നെ 2 തവണ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിൽ ഇതിന് ഡബിൾ സർക്കുലേഷൻ എന്നറിയപ്പെടുന്നത്. അതാണ് ഡബിൾ സർക്കുലേഷൻ. പിന്നെ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നത് മറ്റവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. The functions of other organs as well. What are the factors? Lack of exercise. എക്സസൈസിൻ്റെ അഭാവം കൊണ്ട് നമുക്ക് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. അതായത് പോഷകാംശങ്ങളോ അല്ലാത്ത ചില അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജങ്ക് ഫുഡ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അത്, പിന്നെ അതുപോലെ തന്നെ ഈ മദ്യപാനം, ഇതൊക്കെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളാണ്. പിന്നെ ചൂടുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് നമുക്ക് നോക്കാം. The studies indicate that the number of heart patients is increasing. Unhealthy food habits and lack of exercise are the main reasons for. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അത് അനാരോഗ്യകരമാകുന്നത് എങ്ങനെയാണ്. അതായത് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് അതിനകത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൺസ്യൂമിങ് ടു മച്ച് ഓഫ് ഫാറ്റി ഫുഡ്. അപ്പോൾ അതായത് കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളാണെന്നുണ്ടെങ്കിൽ, കൊഴുപ്പുള്ള ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് കൊഴുപ്പ് ധമനികളുടെ ഭിത്തികളിൽ അടിഞ്ഞുകൂടുക കാരണമാകുന്നു. ഇത് എത്രോസെറോസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കും. ഇതുമൂലം കൊറോണ ആർട്ടറിയിൽ രക്തം കട്ട പിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥയാകുന്നു. ഇത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇത് തലച്ചോറിലെ രക്തക്കുഴലുകളുടെ തടസ്സമോ വിള്ളലോ മൂലം സ്ട്രോക്ക് എന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറയുന്നത്. ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് ബ്ലഡ് ഈസ് ക്ലോട്ടഡ്, കട്ട പിടിച്ച് ഇൻ ദ കൊറോണറി ആർട്ടറി റീഡിങ് to the condition called coronary thrombosis, and disease turn may cause heart attack. Stroke is caused by the blockage of blood vessels in the brain. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൃദയത്തെക്കുറിച്ചും ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് കമൻറ്റിൽ എഴുതാം, എന്ത് അഭിപ്രായങ്ങളും എഴുതാം, ലൈക്ക് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും ചോദിക്കുക. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഇതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് 2 തവണ കേട്ടിട്ട് വീണ്ടും ഇത് ഒന്നുകൂടി ടെസ്റ്റ് നല്ല ഭംഗിയായിട്ട് 2 പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക. അത് മാത്രം മതി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.